ഹലോ ഗൈസ്, എന്നൊക്കെയുണ്ട് വിശേഷം? അപ്പൊ ഇന്ന് നല്ല ഹാപ്പി മൂഡിലിരിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയോ? UK നമ്മുടെ സമ്മർ ആയിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രകാശമാണ് നിങ്ങൾ എന്റെ മുഖത്ത് കാണുന്നത്. വൃത്തികെട്ട ആ ഒരു വിന്ററും കാര്യങ്ങളും എല്ലാം മാറി ഇപ്പൊ സമ്മർ ആയിട്ട് ആ ഒരു സന്തോഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങള് രണ്ടുപേരും ഉണ്ട്. അപ്പം ഞാൻ തുടങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അനുമോളാണെങ്കിൽ ഇവിടെ സൈഡിൽ തന്നെ പതച്ച് മൂടി ഇരിക്കുക. എടി എണീക്കടി, ഈ സമ്മർ ആയിട്ട് നീ എന്ത് ഇങ്ങനെ? ഞാൻ സമ്മർ വെയിൽ കൊണ്ടോണ്ടിരിക്കുകയാണ്. അതെ, അനുമോള് സൂര്യനൊന്നും കാണാത്ത കാരണം ഇങ്ങനെ വിറ്റമിൻ ഡി ഇങ്ങനെ അബ്സോർവ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ അനുമോൾ? എനിക്ക് വാ രാവിലെ തന്നെ. അപ്പം ഇന്നത്തോട് നമുക്കപ്പം വീഡിയോ ഒക്കെ ചെയ്യാന്നൊക്കെ ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. കാരണം ഇത്ര നാൾ വിന്റർ ഒക്കെ ആയത് കാരണം വിന്ററിൽ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ശോകം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു സമ്മറായി വീഡിയോ ഒക്കെ എടുക്കാം അല്ലേ? വീഡിയോ സമ്മർ ആവുമ്പോ വെയില് കാണുമ്പോ ഉള്ള ആദ്യത്തെ ചൂടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ അങ്ങനെ ഒരു പറച്ചില്? ഡെയിലി വ്ളോഗ്സ് തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി ഒന്നും ഇല്ല, കാരണം നമുക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും ഇടണം എന്നാണ് എന്റെ ഒരു നിഗമനം. എന്താ പറയുന്നത് നീ? ചെയ്യാം, ലെറ്റ്സ് ഡു ഇറ്റ്. പോരായ്മകളൊക്കെ ഉണ്ടാവും, അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് സഹിക്കുക. പിന്നെ കമന്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അനുവിന്റെ വക അത്രയും സപ്പോർട്ട് കിട്ടി. ഇന്ന് നമ്മളപ്പം ഒരു കുഞ്ഞൊരു ഡെയിലി വ്ളോഗ് പോലെ സംഭവം ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ നല്ല സൂര്യൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങി ഇങ്ങനെ നിൽക്കുക. നോക്കിയാൽ സൂര്യനെ കറക്റ്റായിട്ട് കാണാം. ഇവിടെ നമ്മുടെ സിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ടോർക്കെ ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു സിറ്റിയാണ്. ഞങ്ങളുടെ സിറ്റിയും അവിടെ പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് കാണാനായിട്ട്. നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോകുന്ന ഈ ഒരു സൈഡിലായിട്ടൊക്കെയാണ്. രാവിലെ തന്നെ ഇന്ന് നമ്മുടെ പ്ലാൻ എന്താണ്? രാവിലെ ഫുഡ് കഴിക്കണം. അപ്പൊ ഞങ്ങൾ രാവിലെ ഫുഡ് എല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്നലെ അനുവാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കി. അവൾ അടിപൊളി. ഇന്നലെ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നപ്പോൾ അവൾ എനിക്ക് സർപ്രൈസ് തന്നതാണിത്. കണ്ടില്ലേ, അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി. ഞങ്ങള് കുറെ ഉണ്ടാക്കിയവള്. ഞങ്ങള് ഇന്നലെ കുറച്ച് കഴിച്ച് ബാക്കി ഇനി ഉച്ചയ്ക്ക് അത് കഴിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി മുട്ട വെച്ചേക്കുന്ന എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെന്താ പൊട്ടക്കറിയും അപ്പം ഇന്നലെ അനുമോള് പുറത്ത് വാങ്ങിയപ്പം ഞാൻ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവന്നൊരു പാത്രമാണ്. എനിക്ക് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എത്ര കൊണ്ടായിരുന്നു? 16 കൊണ്ട്. എനിക്ക് നല്ല ഡ്യൂട്ടി ആയിരുന്നു അല്ലേ? കഴുകാൻ പോവാ. നല്ല പാത്രമല്ലേ? മുട്ടക്കറി ഉണ്ടാക്കണതിന്റെ ജോലി അനുമോള് എനിക്കാ തന്നേക്കുന്നത്. അത് കാരണം മുട്ടക്കറി ഞാൻ ഉണ്ടാക്കണം. ബാക്കിയൊക്കെ അവള് ചായ ഇടാം എനിക്ക് അരിഞ്ഞു തന്നു. അപ്പൊ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യണം അല്ലേ അനു? അവൾക്ക് അത് കാരണം പണിയെടുക്കണ്ട. അവൾ ഇങ്ങനെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിരിക്കും. ഒരു സവോള അരിഞ്ഞ് ഒരു പച്ചക്കറി അരിഞ്ഞ് പിന്നെ എന്താ ചെയ്യാൻ പോകുന്നു? അതെടുത്ത് വഴറ്റുവല്ലേ ചെയ്യുന്നുള്ളൂ. എനിക്ക് വാ, നമുക്ക് കഴിക്കാം, ഫുഡ് കഴിക്കാം. എനിക്ക് എന്തോ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നല്ല? അല്ല, പാത്രം ഇഷ്ടമായെന്നല്ലേ പറഞ്ഞത്. അതില് കുക്ക് ചെയ്തോ ഇഷ്ടം കുറേ. ഇത് കണ്ടോ, ഞങ്ങള് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കഴിഞ്ഞ ദിവസം മലയാളിക്കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് എത്രയാ? 1 കിലോന്റെ ആണെന്ന് തോന്നുന്നു. അതെ, 1 കിലോന്റെ ആണ്. 2.99 ഉണ്ടായിരുന്നത്. അത് കാരണം ഞങ്ങൾ അത് വാങ്ങി. കടുകിട്ട് ജിഞ്ചർ ഗാർലിക് ഇട്ട് പച്ചമുളകും ഇട്ട് ഒന്ന് വാട്ടിയ ശേഷം നമുക്ക് സവാളയും കൂടെ ഇട്ടിട്ട് വാട്ടിയെടുക്കാം. അയ്യോ, ലേശം ഉപ്പ്, പിന്നെ ലേശം പഞ്ചസാര, ലേശം മധുരത്തിന്. ഇനി ലേശം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം, അങ്ങനെ ഗരം മസാല തീർന്ന് മൊത്തം ആഡ് ചെയ്യാം അല്ലേ? അതെന്താ അങ്ങനെ ഒരു നോട്ടം? എല്ലാം കൂടെ ഇട്ട് അങ്ങോട്ട് വരട്ടി എടുക്കുക. ഏത് വരട്ടി എടുക്ക്? 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാവും പറഞ്ഞിട്ട് ഇതുവരെ ആയില്ലല്ലോ. സമയം എടുക്കും, ടേസ്റ്റിൽ വേണ്ടേ? ഇത് സ്ലോ കുക്കിംഗ് ആണ് ഇതെല്ലാം. ഞങ്ങളുണ്ടല്ലോ ഇവിടെ ഫ്രോസൺ അപ്പമാണ് അല്ലേ? അതാണ് അവള് പെട്ടെന്ന് അപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞത്. പൊറോട്ട വേണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങൾ കള്ളപ്പം വാങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രോസൺ ആണ്. ഇത് നേരെ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ, അല്ല മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അപ്പം റെഡി അല്ലേ? കുഞ്ഞിയപ്പ, പാലപ്പം, കള്ളപ്പല്ലേ? കള്ളപ്പം ഒരപ്പം കാണിച്ച് കണ്ടല്ലേ? ചെറുതാണ്. എന്റെ ഒരു കൈയുടെ അത്രേ ഉള്ളൂ. അല്ല, നിനക്ക് മറ്റേ വലുതാക്കി തരാം. പിന്നെ ഇത്ര ചെറിയ അപ്പോ? കള്ളപ്പം. അപ്പം അത് നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ അതും മുട്ടക്കറിയും കൂടെ കൂട്ടി കഴിക്കാനാണ് നമ്മുടെ പ്ലാൻ. ലേശം ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യാം. മറന്നുപോയി നേരത്തെ ആഡ് ചെയ്യാം. ഞാൻ മൾട്ടി ടാസ്കിങ്ങിലാണ്. എന്താ? ചായ ഉണ്ടാക്കുന്നു, ഇവിടെ മുട്ട പുഴുങ്ങുന്നു, അതിന്റെ ഇടയ്ക്ക് അപ്പം കറി ഉണ്ടാക്കുന്നു. എടി, പെണ്ണുങ്ങൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും, മൾട്ടി ടാസ്കിങ് ആയിരിക്കും. ആണുങ്ങളെ പോലെ അല്ല. ഇപ്പൊ കറി ഇറക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നു, കറി ഉണ്ടാക്കുന്നു. ഞാനോ? നീ മുട്ട കഴിഞ്ഞില്ല, അത് നേരത്തെ കാര്യം. നീ നേരത്തെ ഏത് കാര്യം പറയണ്ട. സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്ത് ചായയില്. ബിഗ് ബോസിലെ ജാസ്മിൻ ആണ് വീട്ടിലെ അനുമോൾ.
ഇല്ല, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടായിരുന്നു, വീഡിയോയിലെല്ലാം കിട്ടിയിട്ടുണ്ട്. കട്ട്. ലേശം വെള്ളം കൂടെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. ഇനി മുട്ടയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടക്കറി റെഡി. മുട്ടക്കറി റെഡി. അപ്പം ദേ നല്ല അപ്പം റെഡി. നോക്കിയേ, നല്ല രസമില്ലേ? ചൂടാക്കി കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ആവും. അപ്പം നേരത്തെ നല്ല ഫ്രോസൺ ആയിരുന്നല്ലേ, ഇപ്പം നല്ല സോഫ്റ്റ് ആയി. ഫ്രോസൺ സാധനമേ മൈക്രോവേവ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ കുറെ നേരം അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നില്ല, അപ്പൊ തന്നെ അത് പിന്നെ ഹാർഡാവും. പിന്നെ അതിനെ മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തു. അതെ, നമ്മൾ വേഗം തന്നെ കഴിച്ചില്ലെങ്കിൽ അത് ഹാർഡാവും. ഞങ്ങളിതേ ഫുഡ് കഴിച്ചിട്ട് വരാം. നല്ല അടിപൊളി അപ്പം ഉണ്ട്, അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ട്. അതിനോളെ മുട്ടക്കറി എങ്ങനെയുണ്ട്? ഓൾവേസ് അടിപൊളി. മുട്ടക്കറിയും കൂടെ കൂട്ടി അടിച്ചാലുണ്ടല്ലോ. എങ്ങനെയുണ്ട്? അടിപൊളി, റെസ്റ്റോറന്റ് സ്റ്റൈൽ. നീ അതിന് വായി കഴിച്ച് അതിന്റെ ടേസ്റ്റ് അബ്സർവ് ആവട്ടെ, എന്നിട്ട് പറ. വായി വെക്കുമ്പോ തന്നെ ടേസ്റ്റ് അറിയില്ല. എങ്ങനെയുണ്ട് പറ. നല്ല അടിപൊളി റെസ്റ്റോറന്റ് സ്റ്റൈൽ. ഇനി അത് പറയുന്നില്ല, അറിയിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെ, അപ്പൊ ഞങ്ങളത് ഫുഡ് കഴിച്ചിട്ട് വരാം. വെയിൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത പരിപാടിയാണ് ഇത്. അനുമോള് അതിന്റെ പൊക്കത്താ കയറിപ്പോണ്ട്. ഇടി താഴ്ത്തിറങ്ങ്. പിന്നെ വിരിച്ചിട്ടുണ്ട്. താഴ്ത്തി നിട്ടാ മതി. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണല്ലോ, അപ്പൊ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ സ്പേസ് ഒന്നും ഇല്ല വിരിച്ചിടാൻ വേണ്ടിയായിട്ട്. അപ്പം ഞങ്ങൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഇത് കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വിരിച്ചിടുകയാണ് ചെയ്യാറ്. നമ്മൾ വിന്ററിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫ്രെയിമാണ്. അപ്പം ഞങ്ങൾ അത് ഹീറ്ററിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഉണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം സൂര്യനില്ലല്ലോ. അപ്പം ഇപ്പൊ അതേ നമുക്ക് സൂര്യനൊക്കെ വരുമ്പോൾ ഞങ്ങൾ നേരെ ഡ്രസ്സൊക്കെ രാവിലെ തന്നെ അലക്കി എല്ലാം എടുത്ത് ഇട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അനുമോള് ഇതേ വൻ അഡ്വഞ്ചർ പരിപാടിയൊക്കെയാണ്. ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ അനുമോള് പണിയെടുക്കും കൂടെ ഞാനും. ക്ലിപ്പൊക്കെ ആയിട്ട് അനുമോള് പ്രൊഫഷണൽ. മറ്റേ തെങ്ങ് കയറാൻ പോകുന്നവര് എല്ലാ സാധനവും സ്റ്റോക്ക് ചെയ്തിട്ട് മുകളിൽ തെങ്ങ് കയറാൻ പോകുന്ന പോലെയാണ്. അതാണ് ഇവിടുത്തെ സീനുകൾ. ഇതുണ്ട്, ഇത് അപ്പുറത്തെ ഫ്ലാറ്റ് ആണ്. അവരും തുണിയൊക്കെ ഇങ്ങനെ പുറത്ത് ഇട്ടേക്കുന്നത്. ഇന്ന് നല്ല വെയിലുണ്ട്. അനു, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി എന്താ? ഇത് കഴിഞ്ഞ് നമുക്ക് പള്ളിയിൽ പോകാനുണ്ട്, ഷോപ്പിങ്ങിന് പോകാനുണ്ട്. അതെ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പള്ളിയിൽ പോവാം. ഞങ്ങളങ്ങനെ സ്ഥിരം പള്ളിയിലൊന്നും പോകാറില്ല കേട്ടോ. അപ്പൊ ഇന്ന് പള്ളിയിലൊക്കെ പോവാന്നൊക്കെ വിചാരിച്ചു. ഞങ്ങള് കുറെ നാളായിട്ട് ഒരു പള്ളിയിൽ പോണോന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പള്ളിയുണ്ട് അല്ലേ, ഒരു മാതാവിന്റെ. ഇവിടെ അങ്ങനത്തെ പള്ളികളിലൊന്നും എന്താ മുടിയൊക്കെ ഇങ്ങനെ ഇവിടെ ഞാൻ കുമ്പിടീനെ പോലെ ഇരിക്കുന്നത്. ഇവിടെ മറ്റേ പള്ളിയിലൊന്നും നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഫുൾ സ്റ്റാച്യൂസും അങ്ങനെ രൂപങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ നമ്മൾ ഒരു പള്ളിയിൽ ഒരിക്കൽ പോയപ്പോൾ അവിടെ മാതാവിന്റെ രൂപവും അങ്ങനെ ഉണ്ടായിരുന്നു. അത് വലിയൊരു പള്ളിയായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അവിടേക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് പോകാനും പറ്റിയിട്ടില്ല. അനു എന്നോട് കുറെ നാളായിട്ട് പറയും എന്നെ ആ പള്ളിയിലൊന്ന് കൊണ്ടുപോകാൻ, എനിക്ക് അവിടെ പോണോന്ന് അവള് കുറെ നാളായിട്ട് പറഞ്ഞു. അപ്പൊ വിചാരിച്ചു ഇന്ന് പോവാം. ഈ താഴെ നിൽക്കുമല്ലോ, എന്നാ പിന്നെ ഇങ്ങനെ ഇട്ടാ പോരും. ഞാൻ എന്നെ തിരി വലിഞ്ഞ് കഷ്ടപ്പെട്ടു. എന്നോട് വലിഞ്ഞേറാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇട്ട് കാല് കൊള്ളുന്നു. ചെരുപ്പിട്. ഈ കാണുന്നത് ഫുൾ അനുവിന്റെ യൂണിഫോം അല്ലേ അനുവേ? അനുവിന്റെ യൂണിഫോമിന്റെ അലക്കഡേ ആണെന്ന്. ആഴ്ചയിൽ 3 ദിവസം ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ യൂണിഫോം ഉണ്ട്. എനിക്ക് 4 പേരുണ്ട്. പക്ഷേ ആഴ്ചയിൽ 3 ദിവസം യൂണിഫോം ഉണ്ട്. ഓരോ ദിവസം ഓരോ യൂണിഫോം ഉണ്ട്. യൂണിഫോം മാറി മാറിയിട്ടില്ലെങ്കിൽ ഇനി അതിന്റെ പേരിൽ തന്നെ പിടിക്കുമായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ച വ്യൂ ഇത് ശരിക്കും ഒരു ദിവസം ഞാൻ അവിടെ പാർക്ക് അവിടെ ബീച്ചിൽ പോയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ നിറച്ച ആൾക്കാരുണ്ടാവും അവിടെയൊക്കെ. കാരണം സമ്മറിന്റെ ആ ഒരു വൈബൊക്കെ നമുക്ക് ശരിക്കും കിട്ടും. ശരിക്കും ഒരു 180 ഡിഗ്രിയിൽ നമുക്ക് ഇങ്ങനെ മലകളും ഇതൊക്കെ കാണാം. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ. മൊത്തം മലയും കാടും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത്. ടോക്കി എന്ന് പറഞ്ഞിട്ട്. ഇത് വിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തിരിച്ചു കയറാൻ പോകുന്നത്? ഞാൻ കയറാൻ പോവാ. ഇനിയിപ്പം ഞാൻ റെഡി ആവണം, നമുക്ക് പുറത്തു പോകണം. എന്നാ ചെല്ല വേഗം ചെല്ല. ഇപ്പം 12:40 നമുക്ക് വേഗം റെഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടുവരാം. നിനക്ക് എത്ര 15 മിനിറ്റ് വരെ മതി. വേഗം പോയി റെഡിയാവും. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി ഒരു സമയമായി. അനു എത്ര നേരം നമ്മൾ ഒരുങ്ങി ഇറങ്ങിയിട്ട്? അയ്യോ കൊറേ നേരമായി. പക്ഷെ ലെറ്റ്സ് ഗോ, സമയം കളയണ്ട. അപ്പം ഏകദേശം ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ച ഒരു സമയമായി. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി നേരെ പള്ളിയിലേക്ക് പോയിട്ട് ആ മാധവനെ കാണിച്ചു തരാം. അടിപൊളിയാ. അങ്ങനെ നമ്മളാണെങ്കിൽ ആ പള്ളിയുടെ അടുത്തേക്ക് വന്ന് പാർക്കിങ് കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടെ ഫ്രീ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ സൈഡിലെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ഒരുപാട് പാർക്കും കാര്യങ്ങളൊക്കെ ആണ്. അവിടെ ടെന്നീസും കാര്യങ്ങളൊക്കെ അവർ കളിക്കുന്നുണ്ട്. അവിടെ ഒരു പാർക്കാണ്, ഇതൊരു പാർക്കാണ്. ഇവിടെയാണ് ആ ഒരു പള്ളിയുള്ളത്. അപ്പോൾ ആ ഒരു പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമുക്ക് പോവാം. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് കെയർ ഹോംസ് കാണാൻ പറ്റും. അവിടെ ഒരു കെയർ ഹോമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട കെയർ ഹോം എന്ന് പറഞ്ഞാൽ ഇത് വെച്ചാൽ കണ്ട ഇതൊരു കെയർ ഹോമാണ്. അങ്ങനെ ഒരുപാട് കെയർ ഹോംസ് ഈ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചർച്ച് എന്ന് പറയുന്നത്. നമ്മുടെ
പുത്തുങ്കലിലൊക്കെ ചർച്ചിന്റെ ഒരു സ്ട്രക്ചർ പോലെ ഇല്ലേ വൺ സൈഡ്, ഫ്രണ്ട് അതിന്റെ ടവർ കണ്ടവർക്ക് അറിയാം. അതിന്റെ വൺ സൈഡ് ടവർ പോലെ നമുക്കിത് കാണാൻ പറ്റും. എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഇതാ ഓൾ സെയിൻസ് ബാബക്കം ചർച്ച് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അകത്ത് കയറി. ഇവിടുത്തെ സൈഡ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കര രസമാണ്. കണ്ട ഈ ഒരു മരം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായി. ഇതിന്റെ അകത്ത് ഇതിലും ബ്യൂട്ടിയാണ് കാണാനായിട്ട്, നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട്. ഇവിടെ അടുത്ത് എടിയാനും ഇവിടെ ശിംതേരി ഇല്ലേ ഈ പള്ളിക്ക്? പുറകിലാണ്. പക്ഷെ ഇവിടെ ഞാൻ ശിംതേരി കണ്ടിട്ടില്ല ഈ പള്ളിക്ക്. സാധാരണ ശിംതേരിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതാ. ഭയങ്കര രസം കേട്ടോ, പുറമേ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. നമുക്ക് അകത്തേട്ട് കയറാം. വലിയ ഒച്ചയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കയറി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ലൈറ്റെല്ലാം ഓഫാണോ? ഓ അടിപൊളി. എനിക്ക് ഭയങ്കര നല്ല കുന്തിരിക്കത്തിൻ്റെ മണന് അല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പള്ളി. ഭയങ്കര രസം. അയ്യോടാ മാതാവിന് കവർ ചെയ്ത് വെച്ചേക്കുക. ഓ ഈസ്റ്ററൊക്കെ അല്ലേ, അതുകൊണ്ടാണ്. കണ്ടില്ലേ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. രൂപ എല്ലാം മൂടി വെച്ചേക്കുക. ആൾക്കാർ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, എന്ത് രസമല്ലേ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓപ്പൺ ആക്കിയിട്ട് കാണുമ്പോഴേ അടിപൊളിയാണ്. നല്ല കുന്തിരിക്കത്തിൻ്റെ മണമുണ്ട്. ഭയങ്കര രസമാണ്. ഭയങ്കര സ്മെല്ലിങ്ങനെ മൂക്കിൽ തന്നെ തട്ടി നിൽക്കുന്നു. ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞ മാതാവിൻ്റെ രൂപം എന്ന് പറയുന്നത്. പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടേക്കുക. ഇവിടെ നമുക്ക് ഒരു പ്രയർ ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. വലിയൊരു ആൾക്കാരെയാണ്. ഭയങ്കര രസം. ഇവിടുത്തെ തടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, പൊക്കത്തൊക്കെ നല്ല ഭംഗി കാണാനായിട്ട്. ഞാൻ 2ാമത്തെ വട്ടം ഈ പള്ളിയിൽ വരുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു വട്ടം വന്നിട്ടുള്ളത്. അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലേ, ഫ്രഷ് ആയ മൈൻഡൊക്കെ. സ്പിരിച്വൽ വൈബ് തന്നെ ഉണ്ടായി. ആ സ്മെല്ലടിക്കുമ്പോ തന്നെ നല്ലൊരു കുന്തിരിക്കത്തിന്റെ സ്മെല്ല് വരുമ്പോ തന്നെ എന്തോ ഒരു സ്പിരിച്വാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും അവിടെ ആ പള്ളിക്കകത്ത്. ഞാൻ UK വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു പ്ലാനായിരുന്നു. നമുക്കറിയില്ലല്ലോ ഇവിടുത്തെ UK ചർച്ചൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണ് എന്നൊക്കെ കാണാനായിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു എനിക്ക്. ഈ പള്ളി ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് പള്ളി ഇതായിരുന്നു ആ കൂട്ടത്തിൽ. ഈ പള്ളിയിൽ മാത്രമേ നമ്മൾ ഈ കയറി ചെല്ലുമ്പോഴുള്ള കുന്തിരിക്കത്തിന്റെ സ്മെല്ല് കിട്ടിയിട്ടുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ മറ്റേ സ്മെല്ല് മാത്രമല്ല, പിന്നെ എന്തോ ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിയാ, ഒരു സ്ലോ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ വന്നപ്പോ ഉണ്ടല്ലോ സ്പിരിച്വൽ വൈബ് വേറെ. എല്ലാ പള്ളികളിലും തന്നെ നമ്മൾ നോക്കുമ്പോൾ രൂപങ്ങൾ, ഈ കുരിശി കിടക്കുന്ന ഈശോനെയും പിന്നെ അതുപോലെ മാതാവിന്റെ സ്റ്റാച്ചു ഒക്കെ നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ. പക്ഷെ ഈ പള്ളിയിൽ അതെല്ലാം ഉണ്ട്. പക്ഷെ ഇത്തവണ അതെല്ലാം കവർ ചെയ്ത് വെച്ചേക്കും. മിക്ക പള്ളിയിലും നമുക്ക് അതൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ഈ പള്ളിയില് മാതാവിന്റെ ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ആ ഒരു എന്താ പറയുന്നതിന് ഒരു നിഷ്കളങ്കമായ ഒരു മാതാവിന്റെ ഫേസ് ആണ്. ഭയങ്കര രസമാണ്, അടിപൊളി. ആ ഒരു തേജസ്സുള്ള മാതാവിനെ ഞാൻ അടുത്തോട്ടം കാണിച്ചു തരാം അല്ലേ. ഈസ്റ്റർ ഒക്കെ ആവുമ്പോഴേക്കും ആ രൂപത്തിന്റെ ഇതെല്ലാം അഴിക്കുമല്ലോ. ഇപ്പൊ ഇത് ദുഃഖവെള്ളിയുടെ സമയം ആയതുകൊണ്ടാണല്ലോ ഈ രൂപം എല്ലാം മറിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നത്.